ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ പോത്തുകൾ അങ്ങനെ 8 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 9 മാസത്തിൽ നിൽക്കുന്ന ഒരു വളർച്ചയുടെ രൂപമാണ് നിൽക്കുന്നത്. ഇതിൽ നമ്മുടെ പോത്തുകളെ പലതരത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊഴുത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ തൊഴുത്തൊരു 2 അടിക്ക് ടേപ്പറായിട്ടാണ് നിൽക്കുന്നത്. അതായത് അറ്റത്ത് നിൽക്കുന്ന സ്ഥലമാണ് ലേശം ശരിക്കും ഗ്രൗണ്ട് ലെവൽ, ബാക്കിയുള്ളത് നിങ്ങളുടെ താഴ്ചയിലേക്കാണ്. അപ്പോൾ പോത്തിൻ്റെ ശരിക്ക് മനസ്സിലാവണമെങ്കിൽ പോത്തിൻ്റെ പുറത്തേക്ക് ഇറക്കുക തന്നെ വേണം. അത് ഞാൻ പരമാവധി ഞായറാഴ്ച പുറത്തേക്ക് ഇറക്കി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ പോത്തുകളൊക്കെ വലുതായി സെറ്റായി നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ചെറിയ പോത്ത് ഇതാണ്ടോ. ഈ ചെറിയ പോത്തന്നെ കഷ്ടി ഒരു 100 കിലോന്റെ റേഞ്ചിൽ എറിച്ചു പിടിക്കുന്ന പോത്താണ്. 100-110 കിലോന്റെ റേഞ്ചിൽ എറിച്ചി തൂക്കം പിടിക്കുന്ന ഒരു പോത്താണ് ഈ ചെറുത്. അപ്പൊ പിന്നെ വലുതിന്റെ കാര്യം നിങ്ങൾക്ക് പറയാലോ, ഏകദേശമൊക്കെ മനസ്സിലാക്കാലോ. അതാണ്ടോ വലുത് നിൽക്കുന്നതാണ്ടോ. ഇനി നമുക്ക് ഈ ചെറുതിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണത്തിനെ ഞാൻ ഇങ്ങോട്ട് നീക്കി കെട്ടിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മുടെ പോത്തുകളുടെ ഒക്കെ ബാക്ക് കാര്യങ്ങളൊക്കെ നോക്കി ഇത് ഏകദേശം എങ്ങനെയുണ്ട് പോത്തുകൾ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ബാക്ക് കാര്യങ്ങളൊക്കെ ഫില്ലിങ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ശരിക്കും ഇവരെ വയറൊന്നും കൂടി നിറച്ചു കഴിഞ്ഞാൽ ലുക്കിൽ വരും. തീർച്ചയായിട്ടും അവിടെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പോത്തിനെ ഇറക്കി പുറത്തേക്ക് തന്നെ ഇറക്കി നമ്മുടെ ഫ്രണ്ടിൽ കൊടുന്ന ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ചെറിയ പോത്തിനെ മാറ്റി കൂട്ടത്തിലുള്ള ഒരു പോത്തിനെ ഇങ്ങോട്ട് ഫ്രണ്ടിൽ കയറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് പോത്ത് വലിപ്പം വെച്ചിട്ടുണ്ടോ? ഒരു 8-9 മാസത്തെ വളർച്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോ ചെറിയ പോത്തിന് വ്യക്തമായിട്ട് ഞാൻ പറയാം, ഞാൻ അപ്പുറത്താണ് ചെറിയ പോത്ത് നിൽക്കുന്നത്. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു റേഞ്ചിലേക്ക് പോത്തുകളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ പോത്തുകൾ നമ്മൾ കൊടുക്കാറായിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കാം. ബ്രോക്കർമാര് നമ്മളെ വില ചോദിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമ്മള് ബ്രോക്കർമാർക്ക് നമ്മൾ പിടുത്തം കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് പോത്തിന് എത്ര വിലയുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ, എത്ര വില ഉദ്ദേശിക്കുന്നുണ്ട്, എത്ര തൂക്കം, അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇപ്പൊ തീർച്ചയായിട്ടും ഞാനിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതിന്റെ ചെറുതും വലുതായിട്ടുള്ള പോത്തുകളൊക്കെ ഉള്ള ആളുകൾ ഇപ്പൊ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മൾ പോത്തിന് ഇത്ര പൈസക്ക് കൊടുക്കാന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവരെയും കൂടി ബാധിക്കും. അവർക്ക് ചിലപ്പോൾ വില കൂടുതൽ കിട്ടും, ചിലപ്പോൾ വില കുറവ് കിട്ടും. കൂടുതൽ കിട്ടാൻ സന്തോഷം, പക്ഷെ അവരിലുള്ള പോത്തിന് വില കുറയുകയാണെങ്കിലോ നമ്മൾ കാരണം അത് ഇടയാക്കാൻ പാടില്ല. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വില നമ്മുടെ പോത്തിന് പറയുന്നതായിരിക്കും, അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം പേഴ്സണലി. എൻ്റെ നമ്പർ അതിലുണ്ട്. 5 എണ്ണം ഏകദേശം തൂക്കം കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 150ന്റെ റേഞ്ചിൽ ഒട്ടും താഴത്തേക്ക് പോവാണ്ട് പ്ലസ് ആണ് ഉണ്ടാവാൻ സാധ്യത. ആ ചെറിയ പോത്തുണ്ടല്ലോ, ചെറിയ പോത്ത് ഏകദേശം ഒരു 90-110 ഇടയിൽ ചെറിയ പോത്ത് ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ ബാക്ക് കൊണ്ട് നല്ല ഫില്ലിംഗ് ഉണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പോത്തുകളെ പുറത്തേക്ക് തന്നെ ഇറക്കി ഞായറാഴ്ച വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരിയൊന്നുമല്ല, ഈ പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൽ 500ന്റെ റേഞ്ചിലൊക്കെ പോത്തിന് ഇറച്ചി വില ചന്തയിൽ തന്നെ കയറിയിട്ടുണ്ട്. 450-500 ചന്തയിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോത്തുകൾക്കൊക്കെ ഏകദേശം അത്യാവശ്യം വില കിട്ടേണ്ടതാണ്. വില കിട്ടിയാൽ തന്നെയാണ് നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോത്തും കുട്ടികൾക്ക് തന്നെ നല്ലൊരു വില വരുന്നുണ്ട്. ഇവന്റെയൊക്കെ ബാക്ക് ഫില്ലിങ് നോക്കി നോക്കിയാൽ നിങ്ങൾ ഒരു ഉടച്ചിലില്ലാത്ത പോത്തൊന്നും, ഞാൻ എന്റെ പോത്തായതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. നമ്മുടെ പോത്തുകൾ കണ്ടമാനം ഹൈറ്റിലേക്ക് ലെങ്ത്തിലേക്ക് ഒന്നും വന്നിട്ടില്ലെങ്കിലും നല്ല മാതിരി ഫില്ലിങ് ആയിട്ടുള്ള പോത്തുകളാണ്. ഒരു തരി ഉടവില്ല. അടുത്ത വീഡിയോയിൽ ഇതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കർമാര് 2 ആൾക്കാര് വന്നു വില പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 5 രൂപ ഒരെണ്ണത്തിന് കൂടുതൽ കിട്ടണമെങ്കിൽ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ചെറിയ പോത്ത്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ പോത്ത് ഏകദേശം 90-110 ഇടയിൽ ഇറച്ചി തൂക്കം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ പോത്ത് ഇതാണ്. ഇതിന്റെക്കാളും വലിയ പോത്തുകളാണ് നമ്മുടെ അപ്പുറത്തുകൾ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പോത്തിന്റെ വലിപ്പം കണ്ടെന്നൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാക്കാം. അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ബാക്കിൽ നിന്ന് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതേ കണ്ടോ, ഇവിടുന്ന് രണ്ടാമത് നിൽക്കുന്ന പോത്ത് ചെറിയ പോത്തും കുട്ടിയാണ്. നമ്മളൊരു 90-110 ഇടയില് ഇങ്ങനെ നോക്കുമ്പോൾ വിചാരിക്കും നിങ്ങൾ പോത്ത് ചെറിയ പോത്ത് മറ്റേതിന് ഇത്ര ഇറച്ചി കിട്ടുമെന്നൊക്കെ. പക്ഷെ ബാക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് നല്ല നോട്ടെത്തിയിട്ടുള്ള പോത്തുകളാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. അതായത് കൈത്തീറ്റ കാശെലവാക്കിയിട്ടുള്ള പോത്തുകളാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള പോത്തുകൾ ഈ ചെറിയ പോത്തിനെ വെച്ച് അപ്പുറത്ത് നിൽക്കുന്ന പോത്തുകളുടെയൊക്കെ വലിപ്പം നിങ്ങൾക്ക് ഏകദേശം കണക്ക് കൂട്ടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു ലുക്കിലേക്ക് ആക്കിയിട്ട് ഞായറാഴ്ച പരമാവധി ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പണിയുന്ന സ്ഥലത്തൊരു പണിക്കാരന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ ഉണ്ടായത് കൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. പിന്നെ കുറച്ച് നാൾ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുല്ലിന്റെ ഷോട്ട്
അതിനേക്കാൾ ഉപരിയായിട്ട് മഴ പെയ്തപ്പോൾ പുല്ലുണ്ടാകുന്നിടത്തൊക്കെ വെള്ളം കയറി ബുദ്ധിമുട്ട്. പിന്നെ തീറ്റപ്പുല്ല് ഇപ്രാവശ്യം ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ട് നമ്മൾ അരിഞ്ഞ് ഏതാണ്ടൊക്കെ നമുക്കൊരു ഈ ആഴ്ച ഫില്ലാക്കാനുള്ള തീറ്റപ്പുല്ല് നമുക്കുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു രണ്ടാഴ്ച നമുക്ക് പുല്ല് പാടത്ത് തന്നെ സൈഡിലായിട്ടുണ്ട്. നമ്മൾ പോത്തിനെ ഇപ്പൊ പാടത്തേക്ക് ഇറക്കുന്നില്ല, വെയിൽ കൊള്ളിക്കുന്നില്ല. പാടത്ത് പുല്ലുണ്ട്, പക്ഷെ നല്ല മാതിരി വെയിലാണ്. ഉച്ച തിരിഞ്ഞ് ഇറക്കാൻ പറ്റില്ല, പക്ഷെ ഉച്ച തിരിഞ്ഞ് ഇറക്കാനുള്ള ഒരു സമയം നമുക്കില്ല. ഇതെങ്ങനെയുണ്ട് നമ്മുടെ പോത്തുകൾ, എങ്ങനെയുണ്ട് ബാക്കിന്റെ ഫില്ലിങ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മതി. പക്ഷെ നമ്മുടെ ഫോണിന്റെ ഒരു പോരായ്മ ഉണ്ട് കേട്ടോ. എന്താ കഴിഞ്ഞാൽ വേറൊരു ചേട്ടൻ സാംസങ്ങിന്റെ ഒരു 1 ലക്ഷം വിലയുള്ള ഫോണില് ചേട്ടന്റെ ഏകദേശം ഒരു 350-400 കിലോ 350-400ന്റെ ചോടയുള്ള പോത്തുകൾ കണ്ടപ്പോൾ നമ്മുടെ പോത്തിനേക്കാളും വലിയ പോത്തുകളായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത് ഫോണിന്റെ ഒരു കുറവാണ്. നമ്മുടെ ഒരു ഏകദേശം ഒരു 20,000-25,000 ഒക്കെ വില വരുന്ന ഫോണിലാണ് നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പരിമിതിയും പോരായ്മകളൊക്കെ നമ്മുടെ വീഡിയോസിനുണ്ട്. അപ്പൊ പോത്ത് പിന്നെ നമ്മൾ പിടിച്ചു നിന്ന് പുറത്തേക്കൊക്കെ ഇറക്കി തൊഴുത്തിന് ഇറക്കുമ്പോഴാണ് പോത്ത് വലുതായി തോന്നുക. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ പോത്ത്. ഏകദേശം 90-110 ഇടയിൽ ഇറച്ചി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോത്ത് ആണെന്നാണ് നമ്മളിത് വിചാരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ ചേട്ടത് 50 കിലോന് കിട്ടുള്ളൂ, 40 കിലോന് കിട്ടുള്ളൂ, ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. ഞാൻ പറയുന്നത് മുഴുവൻ ശരിയെന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ചെറിയ പോത്ത് ഇതാണ്. ഇതിന്റെ വലിയ പോത്തുകളാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. ഇവന്റെ ബാക്ക് ഫില്ലിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവുമല്ലോ. പിന്നെ ഈ കാണുന്ന മാതിരി ഒന്നല്ല പോത്ത്. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി വലിപ്പമുണ്ട്. നമ്മുടെ ഫോണിന്റെ പരിമിതിയും വീഡിയോയുടെ പരിമിതിയൊക്കെ അതിനൊരു ഇതാണല്ലോ. അതേ അടുത്ത് നിൽക്കുന്ന പോത്തിട്ടോ, നല്ല മാതിരി ബാക്ക് ഫില്ലിങ് ആയി നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന പോത്ത് അതേ നിൽക്കുന്നു മുതല്. ഇവന്റെ ബാക്ക് ഫില്ലിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട ഏകദേശം മനസ്സിലാവും. വയറിന്റെ ഭാഗം ഉടവുണ്ടെങ്കിലും ബാക്കിന്റെ ഭാഗം ഒന്ന് നോക്കിയാൽ മതി. ആ ബാക്കിനനുസരിച്ച് വയറ് വരുമ്പോ ഒന്ന് നല്ല മാതിരി തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് വെള്ളം കുടിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ല ഫില്ലിങ് വരും. ഇത് നമ്മൾ ജസ്റ്റ് മെഴുക്കും കാര്യങ്ങളൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഒന്ന് മോട്ടർ അടിച്ച് കഴുകി നിർത്തിയിട്ടുള്ളതാണ്. വേറെ ഒന്നും ഒരു കൃത്രിമവും നമ്മൾ ചെയ്തിട്ടില്ല. ഒരു ലേശം വൃത്തിയായിട്ട് ഒന്ന് ഉരച്ച് കഴുകി ലേശം എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ലുക്കിലേക്ക് വരും. പക്ഷെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഓസിട്ട് അടിച്ച് ഒന്ന് കഴുകി നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ബാക്ക് ഫില്ലിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? നമ്മള് അടുത്ത പ്രാവശ്യം നമ്മൾ വലിയൊരു അപ്ഡേഷനാണ്, ദൈവം സഹായിച്ച് നമ്മുടെ സാമ്പത്തിക ബാധ്യതയൊക്കെ ഒതുങ്ങി റെഡിയാവുകയാണെന്ന് വെച്ചാൽ വലിയൊരു അപ്ഡേഷനാണ് പോത്തിന് എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കണം. അപ്പൊ എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമ്മൾ മനസ്സിൽ 1-2 കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ശരിയാവുമെന്ന് വിചാരിക്കുക. ദൈവന് ലേശം ക്ഷീണമുള്ള മാതിരി തോന്നാം, പക്ഷെ ഉള്ളതിൽ ഏറ്റവും നീട്ടം കൂടിയ പോത്ത് ഇവനാണ് കേട്ടോ. ബാക്കൗണ്ടും ഉണ്ട്, നല്ല മാതിരി നീട്ടമുള്ള ഒരു പോത്താണ് ഇവൻ. മറ്റുള്ള പോത്തിനെ അപേക്ഷിച്ച് ഒരു ലേശം നീട്ട കൂടുതലുള്ള പോത്താണ്. ഇവനും ബാക്കിന് ഫില്ലിങ് കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ഞായറാഴ്ച നമ്മള് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവരെ പുറത്തേക്ക് കൊടുന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ വലിപ്പം കാര്യങ്ങൾ ഒരു പൊടിക്കും കൂടി മാറ്റം കാണിക്കും. ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പോത്തിന്റെ വലിപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫോണിന്റെ ഒരു പരിമിതി ഇവിടെ ഒരു പ്രശ്നമാണ്. ഈ പോത്തിനെ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ മറ്റേ പോത്ത് അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിന്റെ വലിപ്പം കാണിക്കുന്നുണ്ടോ? ഞാൻ അറ്റത്തെ പോത്തിനെ നോക്കി നിങ്ങൾ ഇത് നിൽക്കുമ്പോൾ അല്ല ഒരേ മാതിരിയാണ്, പക്ഷെ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വലിയ പോത്തായിരുന്നു തോന്നുന്നുണ്ട്. ആ അറ്റത്തെ പോത്ത് അവൻ ഒരു പൊടിക്ക് വലിപ്പമുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ആ പോത്തിന്റെ കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഫോൺ എടുക്കുന്ന വീഡിയോയുടെ ഒരു പരിമിതിയും അല്ലെങ്കിൽ ഫോണിന്റെ ഒരു പരിമിതിയും ഒരു പരിധി വരെ ഇതിനെ ബാധിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുമല്ലോ. പിന്നെ നേരിട്ട് കാണാൻ തന്നെ വേണം പോത്തുകളെ. ആണോ ഇവിടെ നോക്കുമ്പോൾ ഞാൻ അറ്റത്ത് നിൽക്കുന്ന പോത്തുകൾ കണ്ടോ? ആ അറ്റത്ത് നിൽക്കുന്ന പോത്ത് ഇതല്ല, അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന പോത്ത് വലിപ്പം തോന്നിക്കുന്നുണ്ടോ? അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള പോത്തുകളാണ്. അത്ര ടോപ്പ് വലിപ്പൊന്നും അല്ലെങ്കിൽ അത്ര ഭീമമായ പോത്ത് ആന മരുത്തി പോത്തൊന്നും ഞാൻ പറയാൻ നിൽക്കില്ല. ഏകദേശം ഒരു 150 കിലോന്റെ റേഞ്ചിൽ 150+ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു 150നും അല്ലെങ്കിൽ ഒരു 145നും 170നും ഇടയിലുള്ള ഇറച്ചി തൂക്കം വരുന്ന അല്ലെങ്കിൽ ഒരു 400ന് മേലെ ലൈവ് വെയിറ്റ് വരുന്ന പോത്തുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും 400 കിലോന് മേലെ ഉണ്ടാവുന്ന ഗ്യാരണ്ടി പറയാം കേട്ടോ. നമുക്കൊരു വിഷം മൂല്യം പറയാം, 400 കിലോ റേഞ്ചിൽ ലൈവ് തൂക്കം ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറയാം. ഇവന്റെയൊക്കെ ഒരു ആ ഒരു ബാക്ക് ഫില്ലിംഗ് ഒക്കെ നോക്കി നോക്കിയാ എങ്ങനെയുണ്ട്. ഇനി നമുക്കൊരു 10-20 ദിവസം കൂടി ഉണ്ട്. നമ്മൾ കൈത്തീര് കൊടുക്കുന്നുണ്ട്, നിർത്തി തിന്നാനാണ് കൊടുക്കുന്നത്. വെയിലത്ത് വരുമ്പോൾ ഇവർക്ക് ക്ഷീണം ബാധിക്കാണ് കാര്യമായിട്ട്. അപ്പൊ നമ്മൾ വെയിലത്തേക്ക് ഇപ്പൊ ഇറക്കുന്നില്ല, പുല്ലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പോത്തുകളുടെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. കണ്ടോ അവന്റെ വലിപ്പം ഏകദേശമൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവൻ അതിന്റെ ഉള്ളിലാണ് ഫസ്റ്റ് നിൽക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ ബൈ.